ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. 1-2 ദിവസമായിട്ട് എടുത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ബേബിക്ക് ഫുഡ് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാനുള്ള പാത്രമൊക്കെ വാങ്ങണം, അതിൻ്റെ ഒരു ഷോപ്പിംഗ്. പിന്നെ നമ്മുടെ 6 മന്ത് സെലിബ്രേഷൻ അവന് ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ ക്ലിപ്പിങ്സാണ് കേട്ടോ. അപ്പോൾ ഇതേ ഷോപ്പിലോട്ട് വന്ന് നമ്മൾ അവന് കുറുക്ക് കൊടുക്കാനുള്ള പാത്രങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതാണോ അങ്ങനെ പാത്രങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അവനക്കുള്ളത്. അപ്പോഴതിൻ്റെ ഇടയിൽ ഒരു സ്പൂണ് കിട്ടി, ഒരു കുട്ടി സ്പൂൺ. എനിക്കത് കണ്ടപ്പോൾ വെച്ചോടാ, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ എടുത്ത് സ്പൂണ്, പിന്നെ അവനൊരു ഗ്ലാസും കൂടി വെള്ളം കൊടുക്കാനുള്ള ഒരു ഗ്ലാസും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് ഇങ്ങനെ സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗ്ലാസ് എടുത്തിട്ട് അവനെ ഞാനിങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അവനപ്പോൾ വായൊക്കെ തുറന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ കുടിക്കണതൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ച് ഇറങ്ങി കേട്ടോ. പിന്നെയും 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതിന് വേണ്ടി അടുത്തൊരു ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. ഫേസ് ബേബിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഫസ്റ്റിന് കുന്നൻകായുടെ കുറുക്കാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ഇതിന് എന്താ പറയുക? എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവന് ഫുഡ് കൊടുക്കാൻ ഞാൻ നല്ല പണിപ്പെടും, കാരണം എല്ലാം തുപ്പിക്കളയായിരുന്നു. ഫേസ് ബേബിയുടെ 6 മന്ത് സെലിബ്രേഷൻ്റെ കേക്കാണ് കേട്ടോ കാണുന്നത്. എങ്ങനെയുണ്ട് കേക്ക് ഭംഗിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഭംഗിയുണ്ടെങ്കിലല്ലേ. എന്തൊക്കെയാ അപാകതകളുണ്ടല്ലേ കേക്കിന് ഉണ്ടാവും, കാരണം ഞങ്ങൾ തട്ടിക്കൂട്ടിയ കേക്കാണത്. എന്തായാലും എങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ടിയൊരു ഹാഫ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 6 മന്ത് സെലിബ്രേഷനാണ്. 6 മന്ത് സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു, 2-3 ബലൂൺ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ പരിപാടികളായിട്ടൊന്നുമില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇടുന്നതായിരുന്നു കേട്ടോ. പക്ഷേ കേക്ക് ആളെന്നെ കട്ട് ചെയ്യാതെ കൈകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുങ്ങിയതാണ് ആ കണ്ടത്. പിന്നെ ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയൊക്കെയോ കുറേ നേരം നോക്കിയപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ കിട്ടി. പക്ഷെ അതിൽ വലിയ ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല ആൾ, എന്നാലും ഒരു ഫോട്ടോ കിട്ടി. പിന്നെ ഇതേ കേക്ക് കട്ട് ചെയ്യാൻ പോണതാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വലിയവരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും കേക്ക് കട്ട് ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് കൈ വെച്ച് കൊടുത്ത് അവർ കട്ട് ചെയ്ത് നിൽക്കും. അതാണ് ഇപ്പോൾ ഈ കാണുന്നതും. കട്ട് ചെയ്യൽ തന്നെ ഉള്ളൂ, അത് കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്നില്ല ആരും. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ട്. കട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ, അത് കഴിക്കണില്ലെന്ന്. അങ്ങനെ ഒരുവിധം കൈയൊക്കെ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ഷനൊക്കെ കാട്ടുമ്പോഴത്തേനും എൻ്റെ ഫേസ് ബേബി ഒന്ന് കൈ നക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നു. പിന്നെ ഫേസ് ബേബിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. കുട്ടികൾ ആദ്യമേ ഇരുന്നുകൊണ്ട് അവരുടേത് കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറ് എടുത്തിട്ട് ഇരുന്നു കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും സാലഡും അച്ചാറും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനും കഴിച്ചു തുടങ്ങുമ്പോൾ മോൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഉമ്മ ബിരിയാണി. അപ്പം ഞാനിതേ വായിക്ക് ഒരു പിടി കേട്ടോ. എന്തൊരു ടേസ്റ്റായിരുന്നു എന്ന് അറിയാം. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, കാണുന്ന നിങ്ങളെ ഒന്ന് കൊതിപ്പിച്ചേക്കാന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ചിക്കൻ്റെ പീസും ചോറൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആർക്കെങ്കിലും കൊതി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടിച്ച് പൊളിച്ച് ബിരിയാണി അകത്താക്കിയതിന് ശേഷം പിന്നെ ഒരു മധുരമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഗ്ലാസ് അങ്ങ് അകത്താക്കിയിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ പരിപാടി അവിടെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.